ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മള് ഖത്തറിന്ന് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഖത്തറിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു കുഞ്ഞു വീഡിയോ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിച്ചോളൂന്നേ, ഞാൻ പറയാലോ. നമ്മളിവിടെ വെറുതെ ഇരിക്കല്ലേ, നിങ്ങളും വെറുതെ ഇരിക്കല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പൊ കാണുന്നേ. അപ്പൊ എന്തായാലും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോ അങ്ങനെ കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പോണ സമയത്ത്. കാരണം ഞാനും ബേബി മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ, ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പോൾ കുഴപ്പമില്ല, കാരണം ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വലിയ മിസ്സിങ്ങും കാര്യങ്ങളൊന്നും ഇപ്പൊ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവരും കുറച്ച് ദിവസമേ ഉള്ളൂ, അത് കഴിഞ്ഞ് അവരും പോകും. അപ്പോൾ നമ്മൾ വീണ്ടും ഒറ്റയ്ക്കാവും, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ പ്രവാസ ജീവിതം, അങ്ങനെയാണല്ലോ ഗൈസ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അതിൽ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല, മുന്നോട്ടെങ്കിൽ മുന്നോട്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ പോകുമ്പോ ഖത്തറിന്റെ എയർപോർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഹ്യൂജ്, സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. അപ്പൊ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയായിരുന്നു ഞാൻ അതൊന്നും ചെയ്യത്തില്ല എന്ന്. കാരണം നമ്മൾ അത്രയും ഒരു വിഷമത്തിലാണ് പോകുന്നത് നാട്ടിലേക്ക്. സോ അതുകൊണ്ട് തന്നെ നമുക്കത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവൂല. പകരം ഇതെങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു മൂഡായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ തോന്നുന്നുണ്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു എന്ന്. പക്ഷെ ഇപ്പൊ തോന്നിയിട്ട് കാര്യമില്ലല്ലോ, അപ്പൊ തോന്നണമായിരുന്നു. അപ്പൊ തോന്നാൻ നമുക്കപ്പൊ തോന്നൂല്ല, കാരണം നമ്മള് സങ്കടത്തിലാണല്ലോ ഏത് അത്. അപ്പൊ അതുകൊണ്ട് അതപ്പൊ തോന്നത്തില്ല. പക്ഷെ ഇപ്പൊ തോന്നിയിട്ട് കാര്യമില്ല, എന്താ ചെയ്യാ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായിക്കോണെങ്കിൽ മനസ്സിലായത് കമന്റ് ചെയ്യും. മനസ്സിലാവാത്തവരാണെങ്കിൽ എന്താ മനസ്സിലാവാത്തതെന്ന് ചോദിക്കുക, അപ്പൊ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി ജീവിക്കുന്ന ജീവിതമാണല്ലോ നമ്മുടെ ജീവിതം, ഏത് അതന്നെ. അപ്പോ എയർപോർട്ടൊക്കെ ഇങ്ങനെ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസം ഉണ്ടായിരുന്നു, കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മള് സ്നാക്സും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എയർ ഇന്ത്യ ആയതുകൊണ്ട് തന്നെയാ അതിനകത്തൊന്നും കിട്ടത്തില്ല എന്നുള്ള ഒരു എന്താ പറയാ ഭാഗ്യം, എന്തോ സംഭവം പറയല്ലോ, ഒന്നും കിട്ടത്തില്ല. ഒരു പച്ചവെള്ളം കിട്ടും, ഒരു ചെറിയൊരു കുപ്പി ബോട്ടില് അവർ തരും കേട്ടോ. അതന്നെ എന്തോ ഒരു ഭാഗ്യം. സോ നമുക്ക് എക്സ്ട്രാ ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. പക്ഷെ അതിനൊക്കെ എന്താ പറയാ നല്ല കോസ്റ്റ് വരുന്നുണ്ട്. ഒരു സ്മോൾ ബിരിയാണിക്ക് തന്നെ 600 സംതിങ് ആണ്. 600 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം മേടിക്കാൻ വരുന്നു നമുക്ക്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, 600 രൂപക്ക് നമുക്ക് എത്ര ബിരിയാണി മേടിക്കാം. ഞങ്ങളെ ഇവിടെ അടുത്ത് ഉള്ള കടയിലൊക്കെ ഒരു ബിരിയാണിക്ക് 80 രൂപയുള്ളൂ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഈ 600 രൂപക്ക് ഒരു ബിരിയാണി മേടിക്കേണ്ട വല്ല കേടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ബിരിയാണി ഒന്നും മേടിച്ചില്ല, ഒന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കയ്യിൽ 2 സാൻഡ്വിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ബോറടിച്ചപ്പോ ആയിരുന്നു കഴിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഫ്ലൈറ്റില് അടിപൊളിയായിരുന്നു, പോവാൻ നല്ല രസമല്ലേ. നമുക്കത് പൊന്തുമ്പോഴും താഴുമ്പോഴും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. മോനും കരയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവനും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് യാത്ര. സോ ആരെങ്കിലൊക്കെ ഫ്ലൈറ്റിൽ കയറാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഓപ്ഷൻ, എങ്ങനെയെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ആരും അത് സ്കിപ്പ് ചെയ്യരുത്. ആരും സ്കിപ്പ് ചെയ്യത്തില്ല അറിയാം, അത് വേറെ കാര്യം. പക്ഷെ ചില ആളുകൾക്ക് പേടി കാരണം ചില ആളുകൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് പറഞ്ഞാട്ടോ. അപ്പോ നമ്മുടെ ഹോട്ട് ആൻഡ് കൂളിൽ നിന്നാണ് സാൻഡ്വിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ അടിപൊളിയാണ് അവിടുത്തെ സാൻഡ്വിച്ച്. മറ്റേ സമൂനയിൽ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ച് അടിപൊളിയായിരുന്നു. അപ്പൊ അതിന്റെ ചില്ലി ചിക്കൻ ഫ്ലേവർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ നോർമലാണ് ഞങ്ങൾ പറഞ്ഞത്, കാരണം ബേബി അവർക്ക് ഇത് കുറച്ച് എന്താ പറയാ എരി ഉണ്ടാവും. അപ്പൊ അവനക്ക് അത് പറ്റാത്തതുകൊണ്ട് ഞങ്ങള് സ്മോളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ല സ്മോൾ അല്ല, സോറി, നോർമലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എന്തോ മാറിപ്പോയതായിരിക്കാം. അപ്പൊ അവര് വെള്ളം കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുടിച്ച് സെറ്റായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു വണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൊമ്മക്കുട്ടിയോ ബേബി കൂടെ ഉണ്ടാവുമ്പോ നമ്മുടെ ബാഗിലോ അല്ലെ എവിടെയെങ്കിലും ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. കാരണം അവർക്ക് എപ്പോഴാണ് അവരുടെ എന്താ പറയാ ഗെയിംസിൽ ആ ഒരു മൂഡ് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അവിടെ കിടന്ന് ഇങ്ങനെ ഇതാവേണ്ടി വരും.
അപ്പോ ഇവന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇവൻ കുറച്ച് വയലന്റ് ആയിരുന്നു, എന്താ എത്താത്ത എന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ ലാസ്റ്റ് കൂളായി. അങ്ങനെ ഫൈനലി ലാൻഡ് ചെയ്തു ഗൈസ് നാട്ടിലേക്ക്. ഞാനിപ്പോ ഇവിടെ നാട്ടിലെത്തിയിട്ട് 3-4 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ, വേറെ കാര്യം. അപ്പൊ അങ്ങനെ നാട്ടിലെത്തി. വീട്ടില് ഉമ്മാക്കും ഉപ്പാക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം ആരും വന്നിട്ടുണ്ടായിരുന്നില്ല കൊണ്ടാണ്. ഐ മീൻ എന്റെ ബ്രദറിലോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനും ഞാനും ബേബി, ഞങ്ങൾ 3 പേരും കൂടി നമ്മുടെ സ്വന്തം കാറിൽ തന്നെ പോയി. അപ്പൊ പിന്നെ വേറെ ആരും പുറത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ വെക്കാൻ പറ്റും. വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ, സെറ്റ് ആയിരുന്നു. പിന്നെ പോണ വഴിക്ക് നല്ലൊരു അടിപൊളി മന്തി അതുപോലെ അൽഫാം കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയണ്ടേ, അതിന് വേണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേ. അത് ചെയ്തേക്ക്, എന്താ ഇതിലിപ്പോ ഇത്ര വലിയ എന്താണ് ഗൈസ്, അത് ചെയ്യൂന്നേ. അപ്പൊ ടാറ്റ, ബൈ ബൈ, സി യു.